ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഓൾ. എല്ലാവർക്കും ആൻസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ബിസ്കീമിയ തയ്യാറാക്കാം. ഇത് ശരിക്കും മാൽദീവ്സിൻ്റെ ഒരു ഡിഷാണ്. അപ്പോൾ നമുക്ക് ബിസ്കീമിയ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, അതിനുശേഷം 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. വെള്ളം തിളയ്ക്കുമ്പോൾ 2 കപ്പ് മൈദ, 1 കപ്പ് വെള്ളത്തിന് 2 കപ്പ് മൈദ ചേർത്ത ശേഷം കുഴച്ചെടുക്കാം. ചപ്പാത്തിയുടെ പരുവത്തിലായിരിക്കണം കുഴയ്ക്കുന്നത്. അതിനുശേഷം ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇനി ചെറുതായി തണുത്ത് കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്. ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തത്. അതുകൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ കുഴച്ച് ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുക്കാം. അതിനുശേഷം ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒരു പൂരിയുടെ വട്ടത്തിൽ നമുക്ക് പരത്തിയെടുക്കണം. അതിനു മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് നേരം മൂടി വെക്കാം. ഫില്ലിങ്സിന് വേണ്ടി ഞാനിവിടെ 2 കപ്പ് ക്യാബേജ് പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പൊടിയായി അരിഞ്ഞ ക്യാബേജ് ആയിരിക്കണം. ഇനി ഇതിലേക്ക് ഒരു ഇടത്തരം സവാള ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, മുളകിൻ്റെ അളവ് ആവശ്യാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് 3 മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. മുട്ട നമുക്ക് കൈകൊണ്ട് പൊടിച്ചെടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഫില്ലിങ് റെഡിയാക്കുക എന്നത്. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ച ആ മാവ് ചെറിയ ഉരുളകളാക്കി പരത്തിയെടുക്കാം. ഒരു പൂരിയുടെ വട്ടത്തിൽ ഇതുപോലെ പരത്തിയെടുത്ത ശേഷം ഇതിനകത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ 1 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇത് പതുക്കെ ചുരുട്ടിയെടുക്കാം. ഇതുപോലെ റോൾ ചെയ്ത ശേഷം 2 സൈഡിൽ നിന്നും മടക്കി അകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം തൊട്ടൊട്ടിച്ചാൽ നന്നായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ ഓരോ ഉരുളകളും പരത്തിയ ശേഷം ഫില്ലിങ് നിറച്ച് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്ത ശേഷം ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഭാഗം ഫ്രൈ ആകുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ആകാൻ അധികം സമയം എടുക്കില്ല, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഈ ഒരു ഗോൾഡൻ നിറമാകുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. ഇതുപോലെ കോരിയെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബിസ്കീമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കെച്ചപ്പ് കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.